Sixth question. A fraction simplified after adding 1 to its numerator becomes 1 by 3. If instead 1 is added to the denominator and then simplified, it becomes 1 by 4. What is the fraction? ഇതിൽ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടില്ല അല്ലേ, ഒരു ഫ്രാക്ഷൻ ഏതോ ഒരു നമ്പർ. അപ്പം നമ്മൾ അതിന് എന്ത് എടുത്തു, എക്സ് ബൈ വൈ എന്നിട്ട് എടുത്തു. ഇനി 1 ഈസ് ആഡഡ് ടു ന്യൂമറേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. 1 ഈസ് ആഡഡ് ടു ന്യൂമറേറ്റർ, ഇതിലത്തെ ന്യൂമറേറ്റർ ഏതാണ്, ഇത് അല്ലേ. മുകളിൽ കിടക്കുന്ന ന്യൂമറേറ്ററും താഴെ കിടക്കുന്നതിനെയാണ് ഡിനോമിനേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ 1 ഈസ് ആഡഡ് ടു ന്യൂമറേറ്റർ എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് 1 എന്ന് വന്നു അല്ലേ. അപ്പോൾ എക്സ് പ്ലസ് 1 ബൈ വൈ ഈക്വൽ ടു എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത് 1 ബൈ 3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇനി നെക്സ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്, ഇഫ് 1 ഈസ് ആഡഡ് ടു ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. എന്താണ്, ഡിനോമിനേറ്ററിൻ്റെ കൂടെയാണ് 1 ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ഏതാ, താഴെ കിടക്കുന്നത് വൈ ആണ് അല്ലേ. അപ്പോൾ എക്സ് ബൈ വൈ പ്ലസ് 1 ഈക്വൽ ടു എത്രയാണ് തന്നിട്ടുണ്ട്, 1 ബൈ 4 എന്ന് തന്നിട്ടുണ്ട്. അതായത് അതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ആദ്യത്തെ ഇക്വേഷൻ എടുത്ത് എഴുതി, എക്സ് പ്ലസ് 1 ബൈ വൈ ഈക്വൽ ടു 1 ബൈ 3. ഇതിനെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, ക്രോസ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ എന്ത് കിട്ടും, 3 ഇൻറ്റു എക്സ് പ്ലസ് 1 ഈക്വൽ ടു 1 ഇൻറ്റു വൈ. ഇനി ഇതെങ്ങനെയാണ്, 3 കൊണ്ട് എക്സിനെയും 3 കൊണ്ട് 1നെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും, 3x പ്ലസ് 3 ഈക്വൽ ടു വൈ എന്ന് കിട്ടി. ഇനി ഈ വൈനെ നമ്മൾ ഇക്വേഷൻ ആക്കുമ്പോൾ എന്ത് ചെയ്യും, വൈനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, 3x വൈ ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് വൈ എന്നാവും. 3x മൈനസ് വൈ ഈക്വൽ ടു ഈ പ്ലസ് 3 എന്നുള്ളത് ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും, -3 എന്നാവും. അപ്പോൾ ഇക്വേഷൻ എന്തായി, 3x മൈനസ് വൈ ഈക്വൽ ടു -3, ഇക്വേഷൻ നമ്പർ 3. ഇനി ഇതേപോലെ തന്നെ സെക്കൻഡ് ഇക്വേഷൻ എടുത്ത് എഴുതുക. എന്തായിരുന്നു, എക്സ് ബൈ വൈ പ്ലസ് 1 ഈക്വൽ ടു 1 ബൈ 4 ആയിരുന്നു. വീണ്ടും ഇതിനെ ക്രോസ് ചെയ്തു. അപ്പോൾ എന്താ പറഞ്ഞത്, 4 ഇൻറ്റു എക്സ് 4x ഈക്വൽ ടു 1 ഇൻറ്റു വൈ പ്ലസ് 1. ഇതിനെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, 1 കൊണ്ട് വൈനെയും 1 കൊണ്ട് 1നെയും കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. 4 ഇൻറ്റു എക്സ് 4x ഈക്വൽ ടു എന്താണ്, 1 ഇൻറ്റു വൈ പ്ലസ് 1. അപ്പോൾ നമുക്ക് വൈനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ 4xൻ്റെ അടുത്തേക്ക് വൈ വരുമ്പോൾ എന്താവും, ഇപ്പുറത്തുനിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ -y, 4x മൈനസ് വൈ ഈക്വൽ ടു 1 ആയി. ഇതിന് നമ്മൾ എന്ത് കൊടുത്തു, ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുത്തു. ഇനി എന്ത് ചെയ്യണം, ഈ 2 ഇക്വേഷനും ഒരുമിച്ച് എഴുതണം അല്ലേ. 4th ഇക്വേഷനും 3rd ഇക്വേഷനും നമ്മൾ വീണ്ടും ഇവിടേക്ക് എടുത്തെഴുതി. 4x മൈനസ് വൈ ഈക്വൽ ടു 1, 3x മൈനസ് വൈ ഈക്വൽ ടു -3 എന്ന് എഴുതി. ഇനി ഇതിലേതാണ് ക്യാൻസലായി പോകാൻ നോക്കുക. എന്ത് ചെയ്താൽ മതി, വൈയിൽ നിന്ന് വൈ കുറച്ചാൽ മതി അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഇക്വേഷൻ നമ്പർ 4 മൈനസ് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുത്തു. ഇനി മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 4xൽ നിന്ന് 3x കുറയ്ക്കുമ്പോൾ 1x. ഇനി വൈയിൽ നിന്ന് വൈ കുറയ്ക്കുമ്പോൾ എത്ര കിട്ടുക, 0 അല്ലേ. ഈക്വൽ ടു 1 മൈനസ് -3 എത്ര വരിക, 1 മൈനസ് -3. ഇതെങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ഒരു റൗണ്ട് നമ്മൾ മാറ്റി എഴുതിയാൽ മതി അല്ലേ. 1 പ്ലസ് 3 എന്നായിട്ടാണ് മാറും അല്ലേ. ഇനി ഓരോ ചിഹ്നങ്ങൾ കൂട്ടാൻ തരുമ്പോൾ നമ്മൾ കൂട്ടിയിട്ട് അതേ ചിഹ്നം ഇട്ട് കൊടുക്കുക. അപ്പോൾ എത്ര വരിക, 4 വരും. അപ്പോൾ 1x ഈക്വൽ ടു 4, x ഈക്വൽ ടു എത്ര കിട്ടി, 4 എന്ന് കിട്ടി. ഇനി നമുക്ക് x കിട്ടി അല്ലേ. ഇനി ഏതെങ്കിലും ഒരു ഇക്വേഷൻ നമ്മൾ എടുത്ത് എഴുതാം. ഏതാ, 4x മൈനസ് വൈ ഈക്വൽ ടു 1, ഇഷ്ടമുള്ള ഇക്വേഷൻ എടുത്ത് എഴുതാം. എന്നിട്ട് അതിലേക്ക് എന്ത് കൊടുത്താൽ മതി, എക്സിൻ്റെ വാല്യൂ കൊടുത്താൽ മതി. എക്സ് എത്രയാണ്, 4 ആണ് അല്ലേ കിട്ടിയത്. അപ്പോൾ 4 ഇൻറ്റു 4 മൈനസ് വൈ ഈക്വൽ ടു 1, 16 മൈനസ് വൈ ഈക്വൽ ടു 1. മൈനസ് വൈ ഈക്വൽ ടു 1ൻ്റെ അടുത്തേക്ക് 16 വരുമ്പോൾ -16 ആയി അല്ലേ. അപ്പോൾ മൈനസ് വൈ ഈക്വൽ ടു 1ൽ നിന്ന് 16 കുറയ്ക്കുമ്പോൾ -15. 2 മൈനസും വെട്ടിപ്പോവും അല്ലേ. അപ്പോൾ എന്ത് കിട്ടും, y ഈക്വൽ ടു 15 എന്ന് കിട്ടും. ഇനി അപ്പം നമ്മളുടെ ഫ്രാക്ഷൻ എന്തായി, ഫ്രാക്ഷൻ എന്തായിരുന്നു, എക്സ് ബൈ വൈ എന്നാണ് അല്ലേ. അപ്പോൾ എക്സ് എത്രയാണ് കിട്ടിയിരുന്നത്, 4 ആണ് കിട്ടിയിരുന്നത്. y എത്ര കിട്ടിയിരുന്നത്, 15 ആണ്. അപ്പോൾ 4/15. 7th question. A person invested 1 lakh rupees in 2 schemes with interest rates 7% and 6%. After 1 year, they got 6,750 rupees as interest from both these together. How much did they invest in each scheme? എന്താണ്,
ഒരാൾ 1 lakh rupees 2 സ്കീമിലായിട്ടാണ് ഇട്ടിരിക്കുന്നത്. അതിൽ ആദ്യത്തേൽ 7%ഉം അടുത്ത സ്കീമിന് 6%ഉം ആണ് ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്നത്. ഒരു വർഷത്തിന് ശേഷം അയാൾക്ക് ഇതിൽ രണ്ടിലും കൂടിയിട്ട് എന്താണ് ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ട് അല്ലേ, 6,750 rupees ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓരോന്നിലും എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ആദ്യത്തേതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് കിട്ടും, 2 സ്കീമിലത്തെയും എമൗണ്ട് അല്ലേ മുതൽ കിട്ടും. അതായത് P1 കിട്ടും അല്ലേ, P1 + P2 = എത്ര കിട്ടും, 1 lakh rupees കിട്ടും. അപ്പോൾ എന്ത് ചെയ്യണം, P1 + P2 = 1 lakh, ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇനി ടോട്ടൽ ഇൻട്രസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട് 6,750 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. ഇനി എന്താ തന്നിരിക്കുന്നത്, ഫസ്റ്റ് സ്കീമിൻ്റെ റേറ്റ് എത്രയായിരുന്നു, 7%ഉം സെക്കൻഡ് സ്കീമിലത്തെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 6%ഉം തന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല എന്താ അല്ലേ. ഇനി ഇൻവെസ്റ്റഡ് ഇൻ 2 സ്കീംസ് എന്നാണ് അല്ലേ, 2 സ്കീംസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇൻട്രസ്റ്റിൻ്റെ 2 എണ്ണം വരും അല്ലേ, 2 സ്കീമിൻ്റെ ഇൻട്രസ്റ്റും കൂടിയിട്ട് ആഡ് ചെയ്യണം അല്ലേ. അപ്പം നമ്മുടെ ഫോർമുല എങ്ങനെ വരിക, P1 PNR എന്നാണ് അല്ലേ, P × N × R എന്ന് അല്ലേ. അപ്പോൾ P1ൻ്റെയും P2ൻ്റെയും അതേപോലെ ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം, P1 × എത്രയാണ്, 7/100 അല്ലേ. ആദ്യത്തെ സ്കീമിൻ്റെ എന്താണ് ഇൻട്രസ്റ്റ് റേറ്റ് 7/100ഉം ഇനി N എത്രയാണ്, 1 year എന്ന് പറഞ്ഞിട്ടുണ്ട്, 1 year പ്ലസ് P2 × N എത്രയാണ്, നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് 1 year ആണ്. അപ്പോൾ 1 × റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 6/100 = എന്താണ്, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക, ടോട്ടൽ ഇൻട്രസ്റ്റ് 6,750 കിട്ടണം അല്ലേ. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 × എന്ന് പറയുമ്പോൾ എത്രയാണ് കിട്ടുക, 7/100 തന്നെയാണ് അല്ലേ കിട്ടുക. അപ്പം നമുക്ക് എന്ത് കിട്ടും, P1 × 7/100 പ്ലസ് P2 × 1 × 6/100 എന്ന് പറയുമ്പോൾ 6/100 തന്നെ = 6,750. ഇനി എന്താണ്, P1 × 7/100 അല്ലേ. അപ്പോൾ 7 P1/100 പ്ലസ് 6 × P2 എന്ന് പറയുമ്പോൾ 6 P2/100 = 6,750. ഇതിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ നമുക്ക് ഒരു വട്ടം എഴുതിയാൽ പോരെ. അപ്പോൾ എന്ത് വരും, 7 P1 + 6 P2/100 = 6,750 എന്ന്. ഇനി ഇതിനിവിടെ നിർത്തി 7 P1 + 6 P2 നിർത്തുമ്പോൾ എന്താവും, ഈ 100 ഇങ്ങോട്ടേക്ക് ഈ മൾട്ടിപ്ലൈ ആയിട്ട് വരും അല്ലേ. അപ്പോൾ എന്താവും, 7 P1 + 6 P2 = 6,750 × 100 എന്നായി അല്ലേ. × 100 ചെയ്യുമ്പോൾ എത്ര കിട്ടും, 6,75,000 എന്നാവും. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടി, എന്താണ്, 7 P1 + 6 P2 = 6,75,000, ഇക്വേഷൻ നമ്പർ 2 എന്ന് കിട്ടി. ഇനി ആദ്യത്തെ ഇക്വേഷൻ എന്തായിരുന്നു, P1 + P2 = 1 lakh എന്നായിരുന്നു, ഇക്വേഷൻ നമ്പർ 1. ഇനി ഇതിൽ നമ്മൾ നോക്കി നോക്കുക, ഇതിൽ ഏതെങ്കിലും ക്യാൻസലായി പോകുന്ന നോക്കുക, ക്യാൻസലായി പോവില്ല അല്ലേ. ഇവിടെ 7 P1ഉം ഇവിടെ ഒരു P1 ഉള്ളൂ, ഇവിടെ 6 P2 ഇവിടെ ഒരു P2 ഉള്ളൂ. അപ്പോൾ ക്യാൻസലായി പോവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഏതെങ്കിലും ഒരെണ്ണം ഈക്വൽ ആക്കണം, എന്നാലാണ് നമുക്ക് മൈനസ് ചെയ്യുമ്പോൾ 0 ആയിട്ട് പോവുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ രണ്ടാമത്തെ ഈ ഫസ്റ്റ് ഇക്വേഷൻ P1 + P2 എന്നല്ല. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾക്ക് എന്ത് ചെയ്യാം, 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ P1ൻ്റെ വാല്യൂ ഈക്വൽ ആകുമ്പോൾ നമുക്ക് എന്താവും, ക്യാൻസലായി പോകും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും, 7 × P1 + 7 × P2 = 7 × 1 lakh എന്നായി. 7 × P1 എന്ന് പറയുമ്പോൾ 7 P1 + 7 × P2 7 P2 = 7 × 1 lakh 7 lakh അല്ലേ. ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുത്തു. ഇനി നമ്മൾ ഇക്വേഷൻ നമ്പർ 2 വീണ്ടും ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതി. ഇപ്പോൾ ഇനി നമുക്ക് ക്യാൻസലായി പോകും അല്ലേ, സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷൻ നമ്പർ 3ൽ നിന്ന് ഇക്വേഷൻ നമ്പർ 2 കുറയ്ക്കാം. അപ്പോൾ 7 P1 എന്ന് പറയുമ്പോൾ എന്തായി, 0 വന്നു അല്ലേ. ഇനി 7 P2 - 6 P2 എന്ന് പറയുമ്പോൾ 1 P2 = എന്ത് കിട്ടി, 7 lakhൽ നിന്ന് 6,75,000 കുറയ്ക്കുമ്പോൾ 25,000 കിട്ടി. അപ്പോൾ P2 എന്ത് കിട്ടി, 25,000 എന്ന് നമുക്ക് കിട്ടി. P2 നമുക്ക് 25,000 എന്ന് കിട്ടി അല്ലേ. ഇനി നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ വീണ്ടും എടുത്ത് എഴുതാം. P1 + P2 = 1 lakh, ഇക്വേഷൻ നമ്പർ 1. ഇതിലത്തെ P2 നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ P2ൻ്റെ വാല്യൂ എടുത്ത് കൊടുക്കുക അല്ലേ. P1 + 25,000 = 1 lakh ആണ് അല്ലേ. അപ്പോൾ P1 അവിടെ നിർത്തുമ്പോൾ എന്താവും, ഈ 1 lakhൻ്റെ അടുത്തേക്ക് 25,000 പോകുമ്പോൾ -25,000 എന്നായി. P1 = 1 lakh - 25,000 = എത്ര കിട്ടും, 75,000 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് രണ്ടും കിട്ടിയില്ലേ, ഓരോ സ്കീമിലും എത്ര വീതമാണ് കിട്ടിയിരിക്കുന്നതെന്ന് കിട്ടി. എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ഈച്ച് സ്കീം, ഓരോ സ്കീമിൽ എത്രയാണ്, ഒരു സ്കീമിൽ 75,000ഉം അടുത്ത സ്കീമിൽ 25,000 rupees ആണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്.
Eighth question, an object starts with a speed of u meter per second and travels along a straight line. If the speed increases at the rate of a meter per second every second, the speed at a time t seconds is u plus at. The speed at 1 second is 5 meter per second and at 5 second 13 meter per second. What is the rate at which speed is increasing? What was the starting speed? എന്താണ്? അതായത് സ്റ്റാർട്ടിങ് സ്പീഡിന് യു എന്നാണ് അല്ലേ പറയുന്നത്. ഇനി അതിലത്തെ ടൈം എന്ന് പറയുന്നത് ടി സെക്കൻഡാണ് അല്ലേ. ഇൻക്രീസിങ് റേറ്റ് എന്ന് പറയുന്നത് എ ആണ്. അതിലത്തെ സ്പീഡ് ടി സെക്കൻഡ്സിലുള്ള സ്പീഡിനുള്ള ഫോർമുല നമുക്ക് തന്നിട്ടുണ്ട്. യു പ്ലസ് എ ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. 1 സെക്കൻഡിൽ 5 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 5 സെക്കൻഡിൽ 13 മീറ്റർ പെർ സെക്കൻഡാണ് സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഏത് റേറ്റിലാണ് സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നത് അല്ലേ. അപ്പം നമുക്ക് അതിലത്തെ എന്ത് ചെയ്യണം? എ കണ്ടുപിടിക്കണം, യു കണ്ടുപിടിക്കണം. സ്പീഡും ചോദിച്ചിട്ടുണ്ട്, സ്റ്റാർട്ടിംഗ് സ്പീഡ്. അപ്പോൾ യുവും എയും കാൽക്കുലേറ്റ് ചെയ്യണം. സ്പീഡിനുള്ള ഫോർമുല നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. എന്താണ്? യു പ്ലസ് എ ടി. ഇനി വെൻ ടി 1 സെക്കൻഡ് ആണെങ്കിൽ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? 1 സെക്കൻഡ് ആണെങ്കിൽ സ്പീഡ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 5 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ സ്പീഡിൻ്റെ ഫോർമുല എന്താണ്? യു പ്ലസ് എ ടി ആണ്. അപ്പോൾ സ്പീഡ് 5 ആവുമ്പോൾ യു എന്ന് പറയുന്നത് എത്രയാ? യു നമുക്കറിയില്ല അല്ലേ. പ്ലസ് എ അതും അറിയില്ല. ഇൻറ്റു ടി. ടി അറിയാം എത്രയാ? 1 സെക്കൻഡാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് കിട്ടും? 5 ഈക്വൽ ടു യു പ്ലസ് എ ഇൻറ്റു 1 എ തന്നെ. അതിന് നമ്മൾ എന്ത് കൊടുത്തു? ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇനി ടി 5 സെക്കൻഡ് ആകുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. വെൻ ടി ഈക്വൽ ടു 5 സെക്കൻഡ് ആകുമ്പോൾ സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 13 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്പീഡ് എത്രയാ? 13 ഈക്വൽ ടു യു നമുക്കറിയില്ല, പ്ലസ് എ അറിയില്ല, ഇൻറ്റു ടൈം എത്രയാണ്? 5 സെക്കൻഡ്. അപ്പോൾ യു പ്ലസ് 5 എ എന്ന് കിട്ടി അല്ലേ. 13 ഈക്വൽ ടു യു പ്ലസ് 5 എ. അതിനെന്ത് കൊടുത്തു? ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ഇനി ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ ഒരുമിച്ച് നിന്ന് എഴുതി. എന്താണ്? 13 ഈക്വൽ ടു യു പ്ലസ് 5 എ ഇക്വേഷൻ നമ്പർ 2, 5 ഈക്വൽ ടു യു പ്ലസ് എ ഇക്വേഷൻ നമ്പർ 1. ഇനി ഇതിലെങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടത്? യു രണ്ടും ഈക്വൽ ആണല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതൊന്ന് സബ്ട്രാക്ട് ചെയ്താൽ മതി അല്ലേ. ഇക്വേഷൻ നമ്പർ 2 മൈനസ് ഇക്വേഷൻ നമ്പർ 1 ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 13 മൈനസ് 5 എന്ന് പറയുമ്പോൾ 8, യു മൈനസ് യു എന്ന് പറയുമ്പോൾ ഇവിടെ 0 കിട്ടി അല്ലേ. ഇനി 5a മൈനസ് എ എന്ന് പറയുമ്പോൾ 4a. അപ്പോൾ എന്ത് കിട്ടി? 4a ഈക്വൽ ടു 8 എന്ന് കിട്ടി. അപ്പോൾ എ എന്ന് പറയുന്നത് എന്താവും? 8ൻ്റെ അടുത്തേക്ക് 4 വരുമ്പോൾ ബൈ 4 എന്നാവും. 8/4 എത്രയാണ്? 2. ഇനി ആദ്യത്തെ ഇക്വേഷൻ, അപ്പോൾ എ നമുക്ക് കിട്ടിയല്ലേ 2 ആണ്. ഇനി ആദ്യത്തെ ഇക്വേഷൻ വീണ്ടും എടുത്ത് എഴുതി. എന്താണ്? 5 ഈക്വൽ ടു യു പ്ലസ് എ ഈക്വൽ ടു ഇക്വേഷൻ നമ്പർ 1. അതിൽ എയുടെ വാല്യൂ കൊടുക്കുക. അപ്പോൾ 5 ഈക്വൽ ടു യു പ്ലസ് 2. എയുടെ വാല്യൂ 2 എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. ഈക്വൽ ടു എന്ത് കിട്ടും? 5 യു ഈക്വൽ ടു എന്ത് കിട്ടും? അപ്പോൾ 5 മൈനസ് 2 എന്ന് കിട്ടും അല്ലേ. യു ഈക്വൽ ടു എന്തെന്നാവും? 5 മൈനസ് 2 എന്നാവും. 5 മൈനസ് 2 എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? 3 ആണ് വരുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് കിട്ടിയത്? ദ റേറ്റ് അറ്റ് വിച്ച് ദ സ്പീഡ് ഈസ് ഇൻക്രീസിങ്. അതായത് എ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എത്രയാ? 2 മീറ്റർ പെർ സെക്കൻഡ്. ഇനി സ്റ്റാർട്ടിങ് സ്പീഡ് ഏതാണ്? യു ആണ് അല്ലേ. യുവും നമുക്ക് കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? 3. അപ്പോൾ 3 മീറ്റർ പെർ സെക്കൻഡ്.